ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയാലോ? വിൻ്ററൊക്കെ സ്റ്റാർട്ടായില്ലേ? അപ്പോൾ ഞങ്ങൾ ഒരു വിൻ്റർ ജാക്കറ്റൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുവാണ്. അപ്പോൾ വിൻ്റർ ഷോപ്പിംഗ് ആണെങ്കിലും ദിനായെ കൊണ്ട് വന്നാൽ ദിന എപ്പോഴും ടോയ്സിൻ്റെ സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഇത് കൊള്ളാലോ, കണ്ടില്ലേ? ഹലോവീൻ്റെതും ക്രിസ്മസിൻ്റെ ആയിട്ടുള്ള കുറേ സാധനങ്ങളും ടോയ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു ദിനായ്ക്കുള്ളൊരു കൊട്ടും മേടിച്ചു. പിന്നെ ദിന നടന്ന് ഓരോ ടോയ്സിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്യൂട്ട് ബുക്കും കൂടെ അവൾക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിൽ പോയി. പിന്നെ സെക്കൻഡ് ഡേ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്, ദിനായി കൊണ്ടുവന്നില്ല. എനിക്ക് ഇതേപോലെ ഒരു ജാക്കറ്റ് വേണമല്ലോ, അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്മോൾ സൈസ് എടുത്തു. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങോട്ട് ഒരു അളവും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാം ഒന്നെങ്കിൽ പാൻറ്റിന് നല്ല നീളം കൂടുതലായിരുന്നു, പിന്നെ അങ്ങനെ ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ 11 to 12 ഇയേഴ്സിൻ്റെയൊക്കെയാണ് പോയി എടുത്തത്. എനിക്കെപ്പോഴും ഡ്രസ്സ് എടുക്കുമ്പോൾ കൺഫ്യൂഷനാണ് കേട്ടോ. ഇത് കൊള്ളായിരിക്കുമോ അത് കൊള്ളായിരിക്കും ഇട്ടാൽ ഒന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് വരില്ല. അപ്പം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എപ്പോഴും ഞാൻ ചോദിക്കും. നാട്ടിലാവുമ്പോൾ പപ്പായും മമ്മിയൊക്കെ കൂടെ ഉണ്ടല്ലോ, അവരും ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്കും ആകെപ്പാട് കൺഫ്യൂഷനാണ്. ഓരോന്നിട്ട് നോക്കി അത് മാറ്റും, പിന്നെയും കൊള്ളില്ലാന്ന് തോന്നും, അടുത്തെടുക്കും. അങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. അങ്ങനെ നോക്കി നിന്ന് സമയം പോയതറിയില്ല. രാവിലെ ഇറങ്ങിയതാണ്, പക്ഷേ ഇപ്പോൾ വൈകിട്ടായി. പിന്നെന്താ, ഇനിയിപ്പോൾ ദിനായി വിളിച്ചുകൊണ്ട് വരണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.